ഹലോ, വെൽക്കം ടു നെതർലാൻഡ്സിൽ ഒരു മലയാളി കപ്പിൾ. ഇൻട്രോ കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായില്ലേ? അതെ, ഞങ്ങളിന്ന് സ്പൈഡർമാൻ മൂവി കാണാൻ പോവാണ്. സത്യം പറഞ്ഞാൽ മൂവി കാണാൻ പോയിട്ട് കുറച്ച് കാലമായിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഇവിടെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ മൂവീസും ഇവിടെ റിലീസാവില്ലല്ലോ. പിന്നെ ഈ ഹോളിവുഡ് മൂവീസൊക്കെ വരുമ്പം എല്ലാം നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. നമുക്കെപ്പോഴും ഈ സൂപ്പർ ഹീറോസിൻ്റെ മൂവീസൊക്കെ കാണാനല്ലേ കൂടുതൽ താല്പര്യം. അങ്ങനെ ഇരിക്കുകയാണ് സ്പൈഡർമാൻ റിലീസായത്. അപ്പോൾ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ഷടപ്പേന്ന് റെഡിയായി. സാധാരണ പുറത്ത് പോകുമ്പോൾ മണിക്കൂറുകളെടുത്ത് റെഡിയാവുന്നത് ഞാനാണെങ്കിലും ഇന്നത്തെ ദിവസം ഒരാളിവിടെ റെഡ് ടീഷർട്ടൊക്കെ തപ്പിയെടുത്ത് ഇട്ടിട്ട് പോകുന്നുണ്ടായിരുന്നു. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ സ്പൈഡർമാൻ മൂവിയിൽ കാണാൻ പോകുന്നപ്പോൾ റെഡാക്കി കളയാമെന്ന് വിചാരിച്ചുള്ളൂ. ഒരു മൂവി കാണാൻ പോകാൻ ആദ്യമായിട്ട് ഇത്ര എഫേർട്ട് എടുത്ത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു സില്ലി ബോയ്. പക്ഷേ അവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. അവിടെ ഒരുപാട് ആൾക്കാർ ഇതേപോലെ റെഡ് ടീഷർട്ട് എന്നല്ല സ്പൈഡർമാൻ ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതും ചെറിയ കുട്ടികളല്ല, ഞങ്ങളുടെ പോലെ പോത്ത് പോലെ വളർന്ന ആൾക്കാർ സ്പൈഡർമാൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്കും കുറച്ച് ഓവറാക്കാമല്ലോ. അതൊക്കെ പോട്ടെ, ഇനി കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ തിയേറ്ററിന് പോകുന്നുള്ളൂ. ആദ്യം പോയിട്ട് നമുക്ക് വീട്ടിലേക്ക് വേണ്ട ചില സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അതായത് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ആദ്യം ഈ കല്ല്, മണ്ണ്, മരത്തടി, അതുപോലത്തെ വീട്ടിൽ എന്താ പറയുക ഈ വീട്ടിൽ ഓരോരോ ഒരു വേർഡ് കിട്ടുന്നില്ല, ഇങ്ങനത്തെ പണികളൊക്കെ ഉണ്ടാവില്ലേ. എന്തെങ്കിലും ഫർണിച്ചർ ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഗാർഡനിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കുക, അതുപോലത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ട് അവിടെ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ബൈ ദ വേ, ഇവിടെ എവിടെ നോക്കിയാലും ഒരുപാട് കുതിരകളെ കാണാൻ പറ്റും. റോഡ് സൈഡിലും വീട്ടിൻ്റെ പറമ്പിലും വീട്ടിൻ്റെ മുറ്റത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ മേഞ്ഞ് നടക്കുന്ന കുതിരകൾ ഇഷ്ടംപോലെയുണ്ട്. പിന്നെ ഇതൊരു പ്രകൃതി രമണീയമായ സ്ഥലം കൂടിയാണ്. കണ്ടില്ലേ, എവിടെ നോക്കിയാലും പച്ചപ്പും ഹരിതാപവും. ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുള്ളതുകൊണ്ട് ഞങ്ങൾ സാധാരണ ഇറങ്ങുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടി നേരത്തെ ഇറങ്ങി. എപ്പോഴും ഇങ്ങനെ നേരത്തെ ഇറങ്ങി എന്താ പറ്റുമെന്ന് അറിയാം. കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യവും ഞങ്ങൾക്ക് റൂട്ട് തെറ്റിപ്പോവും. എന്നിട്ട് കറങ്ങി അവസാനം കറക്റ്റ് സമയത്ത് എവിടെ എത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് നേരത്തെ ഇറങ്ങിയപ്പോൾ വിചാരിച്ചു, ഈശ്വര ഇനി റൂട്ട് തെറ്റും. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. എനിക്ക് കുറച്ച് ഛർദ്ദിക്കാനൊക്കെ വന്നു. കാരണം ഇങ്ങനെ കറങ്ങി പോകുന്ന കുറച്ച് റൂട്ടുണ്ടായിരുന്നു. അവിടുന്ന് കാറിങ്ങനെ വളഞ്ഞ് പോയപ്പോൾ എനിക്ക് കുറച്ച് മോഷൻ സിക്നെസ്സിൻ്റെ പ്രശ്നം വന്ന് തലകറങ്ങി ഒരു കിളി പോയി ഇരിക്കേണ്ടി വന്നു കുറച്ച് നേരം. എനിക്കിഷ്ടമല്ലെങ്കിലും ഏട്ടന് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലം. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. എനിക്കാണെങ്കിൽ ഭയങ്കര ബോറടിക്കും. ഈ ആണി, സ്ക്രൂ, എന്താ പറയുക, മണ്ണ്, കല്ല്, അതുപോലത്തെ സാധനം, പെയിൻറ്റ്, അതുപോലത്തെ സാധനങ്ങളൊക്കെ എത്ര നേരം ഞാൻ നോക്കി നിൽക്കും. ഞാനിങ്ങനെ ബോറടിച്ച് നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഞങ്ങൾ ആദ്യം ആണി വാങ്ങിക്കാനാണ് വന്നത്. എന്തോ ആണിയുടെ സൈസൊക്കെ നോക്കിയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ തന്നെ അത് മെഷീനിൽ വെച്ച് വെയിറ്റൊക്കെ നോക്കുമ്പം അത് എത്ര രൂപയായി എന്നൊക്കെ അതിൽ സ്ക്രീനിൽ കാണിക്കും. അപ്പോൾ നമ്മൾ എന്നിട്ട് ബില്ല് എടുത്തിട്ട് ബില്ല് കൊണ്ടുപോയി കാണിച്ചിട്ട് പേ ചെയ്താൽ മതി. ഞങ്ങൾ 2 ആണിയാണ് വാങ്ങിക്കാൻ വന്നിരിക്കുന്നത്. 2 ആണിയുടെ ബില്ലൊക്കെ കിട്ടി. അതൊക്കെ എടുത്തിട്ട് പോവാണ്. ഇനിയുണ്ട് പെയിൻറ്റ് വാങ്ങിക്കാനുണ്ട്. പെയിൻറ്റിൻ്റെ സെക്ഷനാണിത്. കണ്ടോ, ആ കാണിച്ചിരിക്കുന്നതൊക്കെ പെയിൻറ്റിൻ്റെ ഷെയ്ഡ്സാണ് ഈ വെച്ചിരിക്കുന്നതൊക്കെ. എന്നിട്ട് നമ്മൾ അവിടെ പോയിട്ട് ഏത് ഷെയ്ഡ് വേണമെന്ന് പറഞ്ഞാൽ അവർ ആ ഷെയ്ഡ് ഉണ്ടാക്കി തരും. പക്ഷെ നമുക്കുള്ളത് എന്തോ വൈറ്റ് ആയിരുന്നു. അപ്പോൾ അതുണ്ടാക്കേണ്ട ആവശ്യമില്ല. അതവിടെ പോയിട്ട് തന്നെ നമ്മൾ തന്നെ എടുത്തു. ഇനിയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മെഷർ ചെയ്തിട്ടൊക്കെ വന്നിട്ട് വാങ്ങിക്കേണ്ട കാര്യങ്ങളായിരുന്നു. അത് കാരണം മെഷർമെൻറ്റ്സ് ഒന്നും എടുക്കാത്ത കാരണം ഞങ്ങൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് തിയേറ്ററിലേക്കുള്ള യാത്ര തുടർന്നു. എന്താ പറയുക, ഈ ടണലില്ലേ, ആ ടണലിൽ ഇങ്ങനെ ലൈറ്റ്സ് കണ്ടില്ലേ, അത്
എപ്പോഴും അതിൽ പോകുമ്പോൾ ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഫോണിങ്ങനെ എടുക്കുന്നു, ക്യാമറ എടുക്കുന്നു, വേറെ എന്തെങ്കിലും ആയി പോകുന്നു, എന്നിട്ടിങ്ങനെ തിരക്കിലിങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഈ ടണൽ പാസ് ചെയ്ത് വെളിയിൽ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് എനിക്കത് കറക്റ്റ് ടൈമിന് എടുക്കാൻ പറ്റിയത്. അത് നല്ല ഭംഗിയില്ലേ കാണാൻ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. ഞങ്ങൾ ഓൾമോസ്റ്റ് തിയേറ്ററെത്തി, പാർക്കിങ്ങിലെത്തി. പാർക്കിംഗ് ടിക്കറ്റ് എടുക്കണം, എന്നിട്ട് വണ്ടി പോയി പാർക്ക് ചെയ്യണം, എന്നിട്ട് തിയേറ്ററിലേക്ക് പോകണം. നമ്മുടെ നാട്ടിലാണെങ്കിൽ തിയേറ്റർ എത്തുമ്പോൾ വലിയ ഫ്ലെക്സും ഈ മൂവീസിൻ്റെ വലിയ ഫ്ലെക്സൊക്കെ വെച്ചിട്ടുണ്ടാവില്ലേ, അതൊന്നും ഇവിടെ ഇല്ലല്ലോ. അതൊക്കെ തിയേറ്ററിനകത്ത് കുട്ടി ചെറിയ സ്ക്രീനിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അതാണ് എനിക്കിതൊക്കെ ഒരു എന്താ പറയുക, ഒരു ഫീൽ കിട്ടാത്തത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് അകത്ത് കയറിയിട്ടോ. ഇതാണ് തിയേറ്ററിൻ്റെ അകം, കണ്ടില്ലേ, വിജനമായ ഒരു സ്ഥലം. ഇങ്ങനെയാണോ തിയേറ്റർ ഉണ്ടാവേണ്ടത്? അങ്ങനെ ഞങ്ങൾ എന്തായാലും രണ്ടുപേരെന്ന് പറഞ്ഞിട്ട് സ്പൈഡർമാൻ പോസ്റ്ററിൻ്റെ മുമ്പിൽ നിന്ന് 2-3 ഫോട്ടോ ഒക്കെ എടുത്തു. എനിക്ക് ഇവിടെ നിന്നാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയ ഫോട്ടോസൊക്കെ എടുക്കാനും ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് നടക്കാനും കുറച്ച് മടിയാണ്. കാരണം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യുന്നതൊക്കെ കണ്ട് എല്ലാവരും സെൽഫി എടുക്കുന്നുണ്ടാവും. ആ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോകും. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും സെൽഫി ഒന്നും എടുക്കുന്നത് അങ്ങനെ കാണാനില്ല. ഏതെങ്കിലും ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ട്. പക്ഷേ അല്ലാതെ ഈ തിയേറ്റർ മോളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കടയിൽ പോകുന്നു, ഷോപ്പിംഗ് ചെയ്യുന്നു, പോകുന്നു. ആക്ച്വലി അതിനൊക്കെയുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ നമുക്കതൊരു ശീലമായി പോയല്ലോ. എവിടെ പോയാലും സെൽഫി എടുക്കുക, വീഡിയോ എടുക്കുക. ഇവിടെ വന്നപ്പോൾ എനിക്കത് ഭയങ്കര ചടപ്പായിട്ട് തോന്നാൻ തുടങ്ങി. കാരണം നമ്മൾ മാത്രമേ ഇങ്ങനെ ഫോണൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മളിലേക്ക് അറ്റൻഷൻ പോയില്ലേ, അതെനിക്ക് ഭയങ്കര എന്താ പറയുക, ടെൻഷനുള്ള കാര്യം. അപ്പം അതുകൊണ്ടുള്ളൊരു ചടപ്പുണ്ടായിരുന്നു നല്ലപോലെ. എന്നാലും എന്തൊക്കെയോ എടുത്തു. അതുകൊണ്ടാണ് ഇത്ര ചെറിയ കുറച്ച് സീൻസ് മാത്രമുള്ളത്. പിന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളിങ്ങനെ എന്ത് ചെയ്യും, അകത്ത് കയറണോ അല്ല വെളിയിലിരുന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മൂവി സ്റ്റാർട്ടാവാൻ നേരത്ത് കയറിയാൽ മതി എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്നു. കുറച്ച് നേരം ആ വിജനമായ തിയേറ്ററിൽ കാഴ്ചകളൊന്നും ഇല്ലാത്ത സ്ഥലത്തേക്കൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു. നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തൊരു റോഡുണ്ട്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഭംഗിയിൽ അവരെന്തോ ഒരു പോണ്ട് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഗ്രീൻ കളറിൽ കാണുന്നതൊക്കെ ടർഫ് ഇട്ടിട്ട് അവിടെ ഒരു എന്താ പറയുക, ഒരു കുളം പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് കുറച്ച് നേരം പോയി നോക്കി. പിന്നെ വേറെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ല കാണാൻ. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇനിയിപ്പം കുറേ നേരം ഇവിടെ ഇരുന്നിട്ടും പ്രത്യേകിച്ച് ഒന്നുമില്ല, അപ്പോൾ അകത്ത് കയറിയിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തിയേറ്ററിനകത്ത് കയറിയിരിക്കുക, സീറ്റൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ള പ്ലാനിൽ അങ്ങനെ അകത്തേക്ക് പോവാം. അതുമാത്രമല്ല, തിയേറ്ററിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രത്യേക സുഖമുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാട്ടിലെ തിയേറ്ററിൽ പോലെ ആരും വലിയ ബഹളമൊന്നും ഉണ്ടാക്കില്ല. എല്ലാവരും ഭയങ്കര സൈലൻ്റായിട്ടിരുന്ന് കാണുന്നുണ്ടാവും. ഒന്ന് കമൻ്റ് അടിക്കാവട്ടെ, ഒന്ന് കൂവായിട്ട് ചിരിക്കാവട്ടെ, ഒന്നും ഉണ്ടാവില്ല. ഭയങ്കര അടക്കം ഒതുക്കത്തോടെ എനിക്ക് കാണുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ ആ സ്ഥലം ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. ഈ സ്ക്രീനിൽ നിന്ന് വരുന്ന സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. പൊതുവേ ഇവിടുന്ന് തിയേറ്ററിൽ പോകുമ്പം എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പടം ഒരു ഹാഫൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് നന്നായിട്ട് കിടന്നുറങ്ങുക എന്നുള്ളതാണ്. കാരണം ഞാൻ ഏറ്റവും കംഫർട്ടബിളായിട്ട് കിടന്നുറങ്ങുന്നത് കാറിൻ്റെ സീറ്റിൽ, തിയേറ്ററിൻ്റെ സീറ്റിലൊക്കെയാണ്. വീട്ടിൽ വന്ന് ബെഡിൽ നല്ലോണം കിടന്നുറങ്ങാനുള്ള കംഫർട്ടബിളായിട്ടുള്ള സ്ഥലമുണ്ടെങ്കിലും ഇതുപോലെ അസൗകര്യത്തിൽ കിടന്നുറങ്ങിയാലേ എനിക്കൊരു ഫീല് കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാട്ടിലെ തിയേറ്ററിൽ പോയി കാണുമ്പോഴുള്ള ആ ഒരു വൈബില്ലേ, അതിവിടെ കിട്ടില്ല. എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഇതുവരെ. ഞാനിതുവരെ കണ്ട മൂവീസിനൊന്നും. ആകെ കൂടി ഈ എമ്പുരാനൊക്കെ കാണാൻ പോയപ്പോൾ അവിടെ പിന്നെ നമ്മുടെ നാട്ടിലെ ആൾക്കാരായതുകൊണ്ട് അതിൻ്റെ ഒരു വൈബ് ഉണ്ടായിരുന്നു. അല്ലാതെ ഇവിടുത്തെ മൂവീസ് തന്നെ കാണാൻ പോകും, ഹോളിവുഡ് മൂവീസൊക്കെ കാണാൻ പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഭയങ്കര സൈലൻ്റായിട്ടായിരിക്കുക. അത്ര വലിയ ഒരു ബഹളമൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ആരെങ്കിലുമൊക്കെ ഒന്ന് ചിരിച്ചാലായി, അത്രേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് പറയും, എന്തിനാ വെറുതെ തിയേറ്ററിൽ പോകുന്നത്, വീട്ടിലിരുന്ന് കണ്ടപ്പോൾ ഇങ്ങനെ സൈലൻ്റായിട്ടിരുന്ന് കാണാനാണെങ്കിൽ. കാരണം നമ്മൾ ഈ തിയേറ്ററിൽ പോയിട്ട് മൂവി കാണുന്നത്, ആ തിയേറ്ററിൻ്റെ ഒരു ഫീല്, ആ ബഹളം, ആൾക്കാരുടെ ഇടയിലിരുന്നിട്ട് ആൾക്കാരുടെ ശബ്ദത്തിൻ്റെ ബഹളത്തിന് കമൻറ്ററിയുടെ ഒക്കെ ഇടയിലിരുന്ന് കാണുമ്പോൾ അതിനൊരു പ്രത്യേക വൈബല്ലേ. അതിന് വേണ്ടിയിട്ടല്ലേ തിയേറ്ററിൽ എല്ലാവരും പോകുന്നത്. പക്ഷേ സർപ്രൈസിംഗ്ലി
ഈ പ്രാവശ്യം പോയപ്പോൾ ഇതിനെല്ലാം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. എനിക്കറിയില്ല, ഞാൻ ഇവിടുന്ന് ഇത്രയും വർഷത്തിൽ മൂവി കാണാൻ പോയിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും വൈബായിട്ടിരുന്ന് കാണാൻ പറ്റിയത്. ഞാൻ ഇത്രയും നേരം പറഞ്ഞതെല്ലാം ഇതിനു മുമ്പ് കണ്ട മൂവീസിൻ്റെ എക്സ്പീരിയൻസ് ആട്ടോ. പക്ഷേ ഇന്നത്തെ ദിവസം ഞാൻ ഇതിനേക്കാൾ ശോകമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. ആകെ 4-5 പേര് സീറ്റിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുമായിരിക്കും, ഞാനിരുന്ന് ഉറങ്ങാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷിച്ചതിനെക്കാട്ടിയും കൂടുതൽ ആളുകളുണ്ടായിരുന്നു, ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു. അതിലും ഈ സ്പൈഡർമാൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്ന ആൾക്കാരൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. ഫുൾ ബഹളമായിരുന്നു. എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് എപ്പോഴും ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കിടന്നുറങ്ങുമെന്ന് പറഞ്ഞില്ല, ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞില്ല, ശരിക്കും ഞാൻ കിടന്നുറങ്ങാറുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ സൗണ്ട് കേൾക്കുമ്പോഴേക്കൊന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം പോയപ്പോൾ ഫസ്റ്റ് മുതൽ അവസാനം വരെ ഫുൾ എന്താ പറയുക, ഭയങ്കര എൻജോയ് ചെയ്തിരുന്നു കണ്ടു.